UDF യോഗം കഴിഞ്ഞ ദിവസം ഞാൻ പ്രഖ്യാപിച്ചതുപോലെ ഇന്ന് 11 മണിക്ക് ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ച് കൂടുകയുണ്ടായി. ആ യോഗത്തിൽ ചില തീരുമാനങ്ങൾ ഞങ്ങൾ കൈക്കൊള്ളുകയുണ്ടായി. അതായത് UDF മാനിഫെസ്റ്റോയും അതുപോലെ തന്നെ സർക്കാരിൻ്റെ ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങളും നടപ്പാക്കുന്നതിന് UDF നേതൃത്വവും ചർച്ച നടത്തുന്നതാണ്. ആ ചർച്ചകൾ നടത്തിക്കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഉള്ള ചില മാറ്റങ്ങൾ ഉണ്ടാകണം എങ്കിൽ അതിനുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതാണ്. അതുമാത്രമല്ല, ഭരണപരിഷ്കാരവും അതുപോലെ ഭൂപരിഷ്കരണവും വയോജന വകുപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് UDF സർക്കാരിന് ചില നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ ഞങ്ങൾ എടുക്കാൻ പോകുന്നത് UDFൻ്റെ എല്ലാവരുമായി ചർച്ച ചെയ്ത് ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരിക്കും ആ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ പോകുന്നത്. അതുകൂടാതെ തന്നെ ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് മദ്യനയം. മദ്യനയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF ഒരു ഉപസമിതിയെ പ്രഖ്യാപിക്കുന്നതാണ്. ആ ഉപസമിതിയെ പ്രഖ്യാപിച്ചുകൊണ്ട് കാര്യങ്ങൾ പഠനം നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള തീരുമാനങ്ങൾ, ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങൾ ഗവൺമെൻറ്റിനെ അറിയിച്ച് അത് നടപ്പാക്കുവാൻ വേണ്ട നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കുന്നതാണ്. അതുപോലെ ബോർഡുകളുടെ കാര്യത്തിലാണെങ്കിലും കോർപ്പറേഷൻ്റെ കാര്യത്തിലാണെങ്കിലും ചർച്ച ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നടത്തി അതിൻ്റെ പൂർത്തീകരണം ഉണ്ടാകുന്നതാണ്. ആ ചർച്ച നടക്കുന്നതോടൊപ്പം തന്നെ ഇന്ന് LDF ഇരിക്കുന്ന ബോർഡുകളാണെങ്കിലും കോർപ്പറേഷനുകളാണെങ്കിലും വഹിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാനമാനങ്ങൾ അവർ സ്വയമേവ രാജിവെക്കുകയാണ് ചെയ്യേണ്ടിയിരിക്കുന്നത്. ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ ഞങ്ങളിരിക്കുന്ന ബോർഡുകൾ പിരിച്ചുവിട്ടു എന്നും അതല്ല എങ്കിൽ അത്തരത്തിൽ പരാതികൾ പറയുവാനുള്ള ഇടം ഉണ്ടാക്കാതെ മാന്യമായി പിരിഞ്ഞു പോകുന്നതാണ് ഏറ്റവും നന്നായിരിക്കുന്നത് എന്ന് കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. LDF സർക്കാർ തകർത്തെറിഞ്ഞ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തുവാൻ സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് UDF പിന്തുണ നൽകുന്നതാണ്. സ്വകാര്യ നിക്ഷേപവും വിദേശ നിക്ഷേപവും കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങളെ UDF പിന്തുണയ്ക്കുന്നതാണ്.
അതുകൂടാതെ UDF-നെ സംബന്ധിച്ചിടത്തോളം എല്ലാ മാസങ്ങളിലും കൂടുവാൻ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ എടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് വന്നിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എങ്കിലും 100 ദിവസം കൊണ്ട് നടപ്പാക്കേണ്ട കാര്യങ്ങൾ അത് ഏറ്റെടുത്ത് അതാത് മന്ത്രിമാർ അതിന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അത് ശ്രദ്ധയോടുകൂടി ജനോപകാരപ്രദമാക്കി മാറ്റിയെടുക്കണം എന്നും ഉള്ള നിർദ്ദേശങ്ങൾ UDF-ൻ്റെ ഈ യോഗത്തിൽ ഉണ്ടായി. അതനുസരിച്ച് അവിടെ എത്തിച്ചേർന്ന മന്ത്രിമാർ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുവാനും മുഖ്യമന്ത്രി തന്നെ മറ്റ് മന്ത്രിമാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അടിയന്തരമായി നൽകുവാനുമുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന തരത്തിൽ ഓരോ വകുപ്പുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ നടത്തുവാനും ആ ചർച്ചകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് വേണ്ടിയുമുള്ള നടപടികൾ സ്വീകരിക്കുവാൻ വേണ്ട നിർദ്ദേശം UDF നൽകുന്നതാണ്. ആ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന UDF-ൻ്റെ യോഗം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത് ഓണത്തിന് ശേഷമാണ്. അതുവരെ ആളുകൾക്കെല്ലാം പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട് എന്നുള്ളതുകൊണ്ട് അതിനുശേഷമുള്ള ദിവസങ്ങളിലായിരിക്കും, ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും UDF യോഗം ഒരു ദിവസത്തേക്ക് കൂടാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ UDF യോഗത്തിൽ വെച്ച് എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ. PMC വിഷയത്തിൽ ചർച്ചകൾ വന്നിരുന്നു. ആ ചർച്ചകളുമായി ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് PMC-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും കേന്ദ്ര സർക്കാരുമായി ധാരണാപത്രത്തിൽ ഒപ്പിടുകയും ചെയ്തത് LDF ഗവൺമെൻറ് കാലഘട്ടത്തിലാണ്. LDF ഗവൺമെൻറ് കാലഘട്ടത്തിൽ അത് ചെയ്തപ്പോഴും അതിനുശേഷം വന്ന ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിൽ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പരിശോധന നടത്തിക്കൊണ്ട് അത് എവിടെയൊക്കെയാണ് നടപ്പാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതാണ്. UDF-ൻ്റെ നയമാണ് പറഞ്ഞത്. അത് ശ്രദ്ധിച്ചില്ലേ നിങ്ങൾ? ഞാനിപ്പോൾ പറഞ്ഞത് UDF-ൻ്റെ നയമാണ്. അതായത് കഴിഞ്ഞ LDF ഗവൺമെൻറ് ആണ് ഈ PMC പദ്ധതിയുമായി ഒപ്പിടാൻ പോയതും ഒപ്പിട്ടതും. ഒപ്പിട്ട ആളിനെ കുറിച്ചൊന്നും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. എങ്കിലും അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സെക്രട്ടറിയാണ്. രഹസ്യമായോ പരസ്യമായോ ഏതായാലും ഇത് രഹസ്യമായി ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഗവൺമെൻറ്റുമായി കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് ഒപ്പിടാൻ പോയത് അന്നത്തെ വിദ്യാഭ്യാസ സെക്രട്ടറിയാണ്. ആ വിദ്യാഭ്യാസ സെക്രട്ടറി ഒപ്പിട്ടത് ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിൽ അന്നത്തെ ഗവൺമെൻറ്, അന്ന് ഏത് ഗവൺമെൻറ്റാണ് എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, LDF ഗവൺമെൻറ്റാണ്. LDF ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ് ഇതിന് ഒപ്പിട്ടിട്ടുള്ളത്. അല്ല, ഞാനത് പറഞ്ഞല്ലോ. അത് ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ? ഞാൻ പറഞ്ഞത്
ആ ചോദ്യത്തിന് മറുപടി കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തു. MOU ഒപ്പിട്ടു. ആ MOU ഒപ്പിട്ടു എങ്കിലും ഏതൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് നടപ്പാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഞങ്ങൾ തീരുമാനിക്കും. അല്ല, PMCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ അതൊരു തുടർച്ച എന്നുള്ള നിലയിൽ അത് മുമ്പോട്ട് പോകും. അത് പിന്മാറാൻ പറ്റില്ലല്ലോ. അതെ, കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു MOU സൈൻ ചെയ്തതിന് ശേഷം, അതല്ലെങ്കിൽ അന്ന് സൈൻ ചെയ്യാൻ പോകരുത്. അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിലും അന്നത്തെ ഗവൺമെൻറ് എന്നുള്ള നിലയിലും LDF ഗവൺമെൻറ് കൊടുത്ത നിർദ്ദേശം അനുസരിച്ചാണ് അന്നത്തെ വിദ്യാഭ്യാസ സെക്രട്ടറി ഈ MOU ഒപ്പിട്ടത്. അത് നടപ്പാക്കുക. അത് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും ലഭ്യമാകുന്ന ഫണ്ട് എവിടെയൊക്കെ വിനിയോഗിക്കണം എന്നതിനെക്കുറിച്ച് UDF തീരുമാനിക്കും. അല്ല, അത് തെറ്റിദ്ധരിക്കണ്ട. അന്നത്തെ UDF അല്ല, അന്നത്തെ LDFിൽ തന്നെ ഉള്ള CPI ആണ്, അത് മറന്നുപോയത്. CPI ആണ് ഇതിനെതിരെ ശബ്ദം ഉയർത്തിയത്. ആ ശബ്ദം ഉയർത്തിയെങ്കിലും എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കും നമുക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൽ തന്നെ ഉണ്ടായ അവസരങ്ങൾ അത് മറച്ചു വെക്കാൻ വേണ്ടി ശ്രമം നടത്തിയതാണ്. അല്ല, അത് പറഞ്ഞല്ലോ, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എവിടെ ഇത് നടപ്പാക്കണം എന്നതിനെക്കുറിച്ച് തീരുമാനങ്ങൾ അതാത് ഗവൺമെൻറ് എടുക്കാം. ആ റിപ്പോർട്ടിലൂടെ വരണം. ആ റിപ്പോർട്ടിലൂടെ വന്നതിന് ശേഷമായിരിക്കും എവിടൊക്കെയാണ്, ഏതൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് നടപ്പാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് തീരുമാനിക്കുന്നത്. ഏതാ? അതെ, സ്കൂളുകൾ തീരുമാനിക്കും. ഇല്ല, ഇത് ഞാൻ പറഞ്ഞല്ലോ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് LDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഇത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, അതായത് MOU ഒപ്പിട്ടത് LDF ഗവൺമെൻറ്റാണ്. LDF ഗവൺമെൻറ് ഒപ്പിട്ടതിനെയാണ് അന്നത്തെ LDF മുന്നണിയിലുള്ള CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അതിനെ എതിർത്തത്. അവരായിരുന്നു അന്ന് എതിർപ്പ് പ്രകടിപ്പിച്ചത്. പക്ഷേ ആ എതിർപ്പ് പ്രകടിപ്പിച്ചു എങ്കിലും അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അന്ന് ചെയ്തത്. അല്ല, LDF അന്നിത് പിന്മാറാൻ വേണ്ടി അല്ലല്ലോ രഹസ്യമായി പോയി ഒപ്പിട്ടത്. LDF പോയി അന്ന് LDF ഗവൺമെൻറ് ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സെക്രട്ടറി പോയി MOU ഒപ്പിട്ടത്. അത് MOU ഒപ്പിട്ടത് രഹസ്യമായി പോയി ചെയ്തതല്ല. ആ MOU ഒപ്പിടാൻ പോയത് ഒരു ഗവൺമെൻറ് നിർദ്ദേശാനുസരണമാണ് പോയത്. അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബഹുമാന്യനായ ശ്രീ ശിവൻകുട്ടിയായിരുന്നു. അദ്ദേഹം അത് ചെയ്തതിന് ശേഷമാണ് അന്നത്തെ LDFിൽ തന്നെ ഈ വിഷയങ്ങൾ ഉണ്ടാവുകയും ആ വിഷയങ്ങൾ ഉന്നയിച്ചതിന് ശേഷം അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി അന്ന് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമം നടത്തി. അല്ല, അതിന് മറുപടി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയാം. അതെ, അല്ലേ, 2 മാസത്തിന് മുമ്പാണ് പോയി ഒപ്പിട്ടത്, രഹസ്യമായി ഒപ്പിട്ടു. അത് പുറത്തു വന്നപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞു എന്നുള്ളത് സത്യാവസ്ഥയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ലഭ്യമാകുന്ന ഫണ്ട്
പലതരത്തിലും ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല, കേന്ദ്ര സർക്കാരിൽ നിന്നും നമുക്ക് അവകാശപ്പെട്ട ഫണ്ടുകളുണ്ട്. ആ ഫണ്ടുകൾ ഏറ്റുവാങ്ങുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാകില്ല. അത് കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്ന ചില പദ്ധതിയിൽ അനുസരിച്ച് ആ പദ്ധതി നമുക്കിവിടെ പ്രയോജനപ്രദമാണോ എന്ന് മാത്രം നോക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനങ്ങൾ. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ ഒരു കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള ഫണ്ട് ഏറ്റുവാങ്ങുവാൻ വേണ്ടിയുള്ള നടപടികളുമായി മുമ്പോട്ട് പോകും. ഇല്ല, അത് അങ്ങനെയല്ലല്ലേ ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടില്ലേ? അതങ്ങ് നോക്കിയാൽ മതി. അല്ല, ഈ ഫണ്ട് കിട്ടാൻ വേണ്ടിയല്ല. കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും ഒരു സംസ്ഥാനത്തിന് ലഭ്യമാകേണ്ട വിവിധ മേഖലകളിൽ നിന്ന് ലഭ്യമാകേണ്ട ഫണ്ടുകളുണ്ട്. അത് ആരുടെ ഔദാര്യമായി കിട്ടുന്നതല്ല. അത് കേന്ദ്ര ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ഓരോ സംസ്ഥാനത്തിനും നൽകുന്ന ഫണ്ട് എന്നുള്ള നിലയിൽ അത് ഏറ്റുവാങ്ങുക എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് ഉത്തരവാദിത്വം. അതെ, കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ഏതൊക്കെ ഫണ്ടുണ്ടെങ്കിലും ആ ഫണ്ടുകൾ ഏറ്റുവാങ്ങും. ഇപ്പം ഞാനും മന്ത്രിയായി പ്രവർത്തിച്ച ഒരാളാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും ഓരോ മേഖലകളിലും കിട്ടാനുള്ള ഫണ്ടുകൾ അതാത് മേഖലകളിൽ നിന്ന് ഏറ്റുവാങ്ങുവാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാനുള്ള ഫണ്ട് ആരുടെ ഔദാര്യമല്ല, അത് സംസ്ഥാനത്തിൻ്റെ അവകാശമാണ് എന്നുള്ള നിലയിൽ തന്നെ അക്കാര്യങ്ങൾ മുമ്പോട്ട്. അല്ല, അത് പറഞ്ഞല്ലോ, അതേക്കുറിച്ച് UDF ചർച്ച ചെയ്യും. UDFിൻ്റെ ഉപസമിതി കൂടി തീരുമാനങ്ങൾ എടുക്കും. ആ തീരുമാനങ്ങൾക്ക് ശേഷമായിരിക്കും അത് നടപ്പാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും. ഇല്ല, തീരുമാനം എടുത്തിട്ടില്ല. ആ തീരുമാനങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകും. ഇല്ല, അത്തരം കാര്യങ്ങളൊക്കെ വരാൻ പോകുന്ന ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ അത്തരം കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുന്നതാണ്. ആ തീരുമാനങ്ങൾ എല്ലാം തന്നെ നിങ്ങളെ കൂടി അറിയിക്കുന്നതാണ്. അല്ല, ഏതായാലും ഒഴിവുകൾ ഉള്ള സ്ഥാനം ഏതൊക്കെയെന്ന് പരിശോധന നടത്തിയതിന് ശേഷം അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതാണ്. അല്ല, അതൊക്കെ ചിലപ്പോൾ അജണ്ട നേരത്തെ കൊടുക്കാൻ പറ്റില്ല. ചില കാര്യങ്ങൾ അങ്ങ് പറഞ്ഞ പോലെ ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ചില വിഷയങ്ങൾ ഉണ്ടായാൽ ആ വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്യേണ്ടി വരും. ആ ചർച്ച ചെയ്യേണ്ടതിന് നേരത്തെ കാലം കൂട്ടി ഇന്നതാണ് എന്ന് പറയാൻ പറ്റില്ല. എത്രയേ ഉള്ളൂ. ഏതായാലും അല്ല, എൻ്റെ ശ്രദ്ധയിലൊന്നും പെട്ടില്ല. കൺവീനർ എന്നുള്ള നിലയിൽ യോഗം വിളിക്കാൻ പറഞ്ഞു. ചെയർമാൻ യോഗം ഇന്ന ദിവസം കൂടണം, 11 മണിക്ക് നമുക്ക് കൂടിക്കളയാം എന്ന് അറിയിച്ചതനുസരിച്ച് എല്ലാവരെയും അറിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഘടകകക്ഷികളിൽ നിന്ന് ആരും തന്നെ അങ്ങനെ ഒരു പരാതി രൂപത്തിൽ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും അതിൽ ഞാൻ തീരുമാനം പ്രഖ്യാപിച്ച് പറയല്ലേ. പ്രതിമാസ യോഗം ഞങ്ങൾ കൂടിയിരിക്കും. ഓണത്തിന് ശേഷം ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ചർച്ചകൾ നടത്തിയിരിക്കും.